പിന്നെ വിശേഷം? ഇവിടെ സമയം ഇപ്പോൾ ഒരു 6:30 ആയി രാവിലെ. അപ്പം ഞാൻ രാവിലെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ധൃതി വെച്ച് കാണിക്കുന്ന കോപ്ര എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ടു, ഐലൈനർ ഇട്ടു. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഡെയിലി എന്ന് പറയത്തില്ല, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചെയ്യാറ്. പിന്നെ ഞാൻ ഒട്ടും സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ എന്നെ കണ്ടുപിടിക്കരുത്. പക്ഷെ പേഴ്സണലി ഞാനൊരു മടിച്ചായതുകൊണ്ടും ഇതിനൊന്നും എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാത്തത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുവാണെങ്കിൽ അത് ലിപ്സ്റ്റിക് ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒട്ടും നല്ലതല്ല ലിപ്സിന്. അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ സെൽഫായിട്ട് തന്നെ ബീട്രൂട്ട് ലിപ്സ്റ്റിക് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ലിപ്സ് പിഗ്മെന്റഡും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എടുത്ത് വെച്ച് 2 ഡ്രസ്സിൽ ഏത് ഇടണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഫൈനലി നമ്മൾ പോകുന്ന സ്ഥലവുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുള്ള ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചിട്ട് ഇതിട്ടു. അങ്ങനെ ഫൈനലി നമ്മൾ റെഡിയായി. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്. ഞാൻ എവിടെ പോകുന്നതിന് മുമ്പും റെഡി ആയി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവരാരെയും ഞാൻ ഒരാളെ വിളിച്ചിരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടെന്ന്. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയ പിന്നെ ഞാൻ ഹാപ്പിയാ. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടൈമാണ്. ഇപ്പം ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഫേമസ് ആയ ഹെർസ്ട്രാസയിലെ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതൊക്കെ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്ലേസ് എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഞാനത് പിന്നെ എപ്പോഴേലും പറയാം. മാത്രമല്ല, ഞാൻ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ജർമ്മനിയിലോട്ട് വന്നപ്പം കുറേ നാൾ ഞാൻ ബോണിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബോണിൻ്റെ മുക്കുമൂലി എല്ലാം അറിയാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്രയും നാളും ജർമ്മനിയിലുണ്ടെങ്കിലും ബോണിൽ താമസിച്ചിരുന്നെങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ചെറിയ ബ്ലോസം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഞാൻ ഏപ്രിലാണ് ഇവിടെ വന്നതെങ്കിലും ഞാൻ ഈ സ്ട്രീറ്റ് കാണാൻ പോയിട്ടേ ഇല്ല. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നു. പക്ഷേ എന്തോ ഞാൻ നാട്ടിൽ നിന്ന് വന്ന എൻ്റെ ഹോം സിക്നെസ്സും ഒക്കെ കൊണ്ട് എനിക്ക് ഇവിടെ വരാനും തോന്നിയില്ല. പിന്നെ ഞാൻ എങ്ങോട്ടും പോകാത്തൊരു ടൈം ഫേസ് ആയിരുന്നത്. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോയത്. കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് എപ്പോഴും കാണാൻ പറ്റുമല്ലോ. ഈ സ്ട്രീറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ട്രീറ്റിന് 2 സൈഡും ഈ ചെറിയ ബ്ലോസത്തിന്റെ ട്രീ കൊണ്ട് ഈ ഫ്ലവേഴ്സ് ഫുൾ കവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ നടുക്കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ആ പെറ്റൽസും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ താഴെ നമ്മുടെ ദേഹത്തൊക്കെ വീഴും. അതൊക്കെ എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസും എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറി ബ്ലോസം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മിഡ് ഓഫ് ഏപ്രിൽ ആണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്തു. ബോണിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ബസ് എടുത്ത് നേരെ ബോണിലെ ഹൗഫ് ടു ബാനോഫിലോട്ട് പോവാണ്. ഹൗഫ് ടു ബാനോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൗഫ് ടു ബാനോഫ്. എനിക്ക് ഇവിടെ തിരിച്ചു വരുമ്പോൾ നൊസ്റ്റു അടിക്കുന്നു. കാരണം ഞാൻ കുറേ നാൾ ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടി ഈ സെയിം സ്ഥലത്ത് വന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഒരു ഫീൽ വരുന്നു ഇവിടെ വന്നപ്പോൾ. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ബസ് എടുത്ത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു സിനിമ കാണാൻ പോവാം. ആ സിനിമ ഏതാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ എത്ര ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും എടുക്കുകയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് നേരെ ചോനെ ഇരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്പറി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി കുറച്ച് വഴിയൊക്കെ തെറ്റിയിട്ടാണെങ്കിലും കൃത്യസമയത്ത് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. പിന്നെ മിറർ ഞാൻ എവിടെ കണ്ടാലും അവിടെ ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഞാൻ വിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇൻ ബിറ്റ്വീൻ ഇന്റർവെൽ ഇല്ല. സോ നമ്മൾ സ്നാക്സ് നേരത്തെ കരുതിക്കൊണ്ടാ പോയത്. അങ്ങനെ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഏത് സിനിമയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ സിനിമ എല്ലാം കണ്ടിറങ്ങി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഷവർമ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ സ്നാപ്പിലേക്ക് കയറി ഇങ്ങനെ കോപ്പറയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടും. ഇനി ഒട്ടും സമയം കളയാതെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.